ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 18 അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ അതിലെ ചില വാക്യങ്ങൾ വായിക്കുന്നു. പിന്നെ യഹോവ അഹരോനോട് അരുളി ചെയ്തതെന്നാൽ, നീയും നിന്റെ പുത്രന്മാരും നിന്റെ പിതൃഭവനവും വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യം വഹിക്കണം. നീയും നിന്റെ പുത്രന്മാരും നിങ്ങളുടെ പൗരോഹിത്യം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യവും വഹിക്കണം. നിന്റെ പിതൃഗോത്രമായ ലേവി ഗോത്രത്തിലുള്ള നിന്റെ സഹോദരന്മാരെയും നിന്നോടുകൂടെ അടുത്തു വരുമാറാക്കണം. അവർ നിന്നോട് ചേർന്ന് നിനക്ക് ശുശ്രൂഷ ചെയ്യണം. നീയും നിന്റെ പുത്രന്മാരുമോ സാക്ഷ്യ കൂടാരത്തിങ്കിൽ ശുശ്രൂഷ ചെയ്യണം. അവർ നിനക്കും കൂടാരത്തിനൊക്കെയും ആവശ്യമുള്ള കാര്യം നോക്കണം. എന്നാൽ അവരും നിങ്ങളും കൂടെ മരിക്കാതിരിക്കേണ്ടതിന് അവർ വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളോടും യാഗപീഠത്തോടും അടുക്കരുത്. സംഖ്യാപുസ്തകം 17 അധ്യായത്തിൽ ഇസ്രയേലിൻ്റെ എല്ലാ ജനത്തിൻ്റെയും മുമ്പാകെ ദൈവം അഹരോനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന കാര്യം വെളിപ്പെടുത്തി. കാരണം അഹരോന്റെ വടി മാത്രമാണ് തളർത്തത്. ദൈവം അഹരോന് ഒരു പ്രത്യേക പദവി കൊടുത്തിരിക്കുന്നു. ആ കാര്യം അഹരോനും മറ്റുള്ളവർക്കും ബോധ്യമാക്കിയ ശേഷം ദൈവം അഹരോനോട് തൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറയുകയാണ്. ദൈവം ആളുകൾക്ക് പദവികൾ നൽകും, അതോടൊപ്പം ഉത്തരവാദിത്വവും നൽകും. ഇവിടെ എന്താണ് അഹരോനും കുടുംബത്തിനും നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം? അതിലൊന്നാമത്തെ കാര്യം, നിന്റെ പിതൃഭവനം, നീയും നിന്റെ പുത്രന്മാരും നിന്റെ പിതൃഭവനവും വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യം വഹിക്കണം. എന്ന് വച്ചാൽ, വിശുദ്ധ മന്ദിരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നീയാണ് അതിൻ്റെ ഉത്തരവാദി. അതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. രണ്ടാമത്തെ ഉത്തരവാദിത്വം പൗരോഹിത്യ ശുശ്രൂഷ. അതിനും എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നീയും നിന്റെ കുടുംബവുമാണ് ഉത്തരവാദികൾ. ഇവിടെ രണ്ടിടത്തും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ എനിക്കത് അറിഞ്ഞുകൂടാ, ഞാനതിന് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് കൈ കഴുകുവാനോ വേറെ ആരുടെയെങ്കിലും തലയിൽ ആ ഉത്തരവാദിത്തം കെട്ടിവെക്കുവാനോ അഹരോന് കഴിയില്ല. അവൻ അകൃത്യം വഹിക്കണം. ഇതാണ് ദൈവം പദവികൾ നൽകിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ദൈവം ഉത്തരവാദിത്വവും നൽകുന്നു. പിന്നെ അഹരോനെയും അഹരോന്റെ പുത്രന്മാരെയും സഹായിക്കുവാൻ ലേവി ഗോത്രത്തിലുള്ള മറ്റുള്ളവരുടെ കാര്യം പറയുന്നു. അവർ വന്ന് സമാഗമന കൂടാരത്തിന് ചുറ്റുമുള്ള ജോലികളൊക്കെ ചെയ്യണം, അവർ നോക്കണം. എന്നാൽ അവർ വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളോടും യാഗപീഠത്തോടും അടുക്കരുത്. എന്ന് വെച്ചാൽ, അവർക്ക് ദൈവം ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് ചില അതിരുകളുണ്ട്. പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അന്യൻ അടുത്തു വരരുത്. കൂടാരത്തിലെ ജോലി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം, പക്ഷേ അവർക്ക് വെച്ചിരിക്കുന്ന അതിർത്തി അവർ മറന്നു പോകരുത്. ഇതിൻ്റെ കാരണം ഇസ്രായേൽ മക്കളുടെ മേൽ ക്രോധം വരാതിരിക്കുവാൻ വേണ്ടിയാണ്. അതാണ് അഹരോന്റെയും പുത്രന്മാരുടെയും ലേവിയരുടെയും ഉത്തരവാദിത്വം. ഇവർ തെറ്റ് കാണിച്ചാൽ ഇവരതിന് ശിക്ഷിക്കപ്പെടുമെന്ന് മാത്രമല്ല, ഇസ്രായേൽ മക്കൾ മുഴുവൻ ദൈവത്തിൻ്റെ ക്രോധത്തിന് പാത്രമാകും. 16 അധ്യായത്തിൻ്റെ അവസാനം ദൈവത്തിൻ്റെ ക്രോധം മൂലം ജനത്തിൻ്റെ ഇടയിൽ ബാധയുണ്ടായപ്പോൾ അഹരോൻ കലശം എടുത്തുകൊണ്ട് ധൂപം കാണിക്കാൻ പോയ കാര്യം നാം പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം ലേവ്യർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക എന്നതാണ്. 8 മുതലുള്ള വാക്യങ്ങളിൽ ലേവ്യർക്കും അഹരോന്റെ കുടുംബത്തിനും അവരുടെ ആവശ്യങ്ങൾ എങ്ങനെ നടക്കും എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ചില പദവികളുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ നടക്കുവാൻ ചില ഉപാധികൾ ദൈവം വെച്ചിരിക്കുന്നു. ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ല. ദേവാലയത്തിലെ ശുശ്രൂഷ മാത്രമാണ് പുരോഹിതന്മാരും ലേവ്യരും ചെയ്യുന്നത്. അവർ അത് ചെയ്യുമ്പോൾ അവരുടെ കാര്യം എങ്ങനെ നടക്കും? അവരുടെ ഭക്ഷണം എങ്ങനെ നടക്കും?
അവരുടെ ആവശ്യങ്ങൾ എങ്ങനെ നടക്കും? ഇത് ന്യായമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 8 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അവിടെ ഒന്നാമത്, ഉദർച്ചാർപ്പണമായിട്ടുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ആരെങ്കിലും ദൈവസന്നിധിയിൽ എന്തെങ്കിലും ഒരു കാര്യം വിശുദ്ധമായത് അർപ്പിക്കുമ്പോൾ അതെല്ലാം പുരോഹിതനുള്ളതാണ്. നമുക്കറിയാം, യാഗം കഴിക്കാൻ വരുമ്പോൾ പല കാര്യങ്ങളും യാഗപീഠത്തിൽ ദഹിപ്പിച്ചു കളയും. എന്നാൽ ദഹിപ്പിക്കാത്ത എല്ലാ വസ്തുക്കളും പുരോഹിതനും അവൻ്റെ കുടുംബത്തിനും ഉള്ളതാണ്. അത് വിശുദ്ധമായിട്ട് ഭക്ഷിക്കണം. ഇതിനെക്കുറിച്ച് ദൈവം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പുരോഹിതനും അവൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്കും അത് കഴിക്കാം, അത് വിശുദ്ധമായിരിക്കണം. എന്ന് വച്ചാൽ ഇത് ആരെങ്കിലും ധർമ്മം തന്നതാണ്, ഭിക്ഷ തന്നതാണ് എന്ന നിലയിൽ അതിനെ കരുതാൻ പാടില്ല. ദൈവത്തിന് ആളുകൾ അർപ്പിച്ച വസ്തുക്കളാണ്. അത് ദൈവം സ്വീകരിച്ചു. എന്നാൽ അത് അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, വീഞ്ഞാകട്ടെ, എണ്ണയാകട്ടെ, ധാന്യമാകട്ടെ, അതൊന്നും വെറുതെ കിട്ടിയതാണ്, ആളുകൾ അവർക്ക് വേണ്ടാഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നതാണ് എന്ന ഒരു മനോഭാവം അവർക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഉദർച്ചാർപ്പണം മുഴുവൻ അവർക്കുള്ളതാണ്. രണ്ടാമത്, ആദ്യ ഫലം. അത് എണ്ണയായാലും വീഞ്ഞായാലും ധാന്യമായാലും അതിൻ്റെയൊക്കെ ആദ്യ ഫലം യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ കൊണ്ടുവരുന്ന വസ്തുവകകൾ പുരോഹിതനും ലേവ്യർക്കും ഉള്ളതാണ്. പിന്നെ മൂന്നാമത്, ശപഥാർപ്പിതമായ കാര്യങ്ങൾ. ശപഥാർപ്പിതം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ചിലർ പറയും ശാപതാർപ്പിതമെന്ന്. അത് തെറ്റാണ്. അത് അങ്ങനെ തെറ്റിച്ച് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തോ ശപിക്കപ്പെട്ട കാര്യമാണ്. അല്ല, അതല്ല അതിൻ്റെ അർത്ഥം. ശപഥാർപ്പിതം എന്ന് പറഞ്ഞാൽ ഞാനിത് ദൈവത്തിന് കൊടുക്കുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള വസ്തുക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ആ വാക്ക് നമ്മൾ ശരിയായി ഉച്ചരിക്കണം. ശപഥാർപ്പിതം എന്നാണ്. അപ്പോൾ ഒരാൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ നന്മ, ഇത് ഞാൻ ദൈവത്തിന് കൊടുക്കുവാൻ നേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശപഥാർപ്പിതം. ഡിവോട്ടഡ് തിങ്. അത് പുരോഹിതനുള്ളതാണ്. ഇനി 15-ാം വാക്യത്തിൽ, കടിഞ്ഞൂലൊക്കെയും യഹോവയ്ക്കുള്ളതാണ്. അപ്പോൾ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കാം, അതിന് പണം കൊടുത്ത് വീണ്ടെടുക്കാം. അല്ലെങ്കിൽ ആ കടിഞ്ഞൂലും അതും ദൈവത്തിനുള്ളതാണ്. അത് അഹരോനും പുത്രന്മാർക്കും ലേവ്യർക്കും ഉള്ളതാണ്. പ്രത്യേകിച്ച് അഹരോൻ്റെ കുടുംബത്തിനുള്ളതാണ്. ഇതൊരു ലവണ നിയമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കവനൻ്റ് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ഥിര നിയമമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ശപഥാർപ്പിതമായതും ആദ്യ ഫലവും ഉദർച്ചാർപ്പണമായിട്ടുള്ളതും എല്ലാം പുരോഹിതന്മാർക്ക് ഉള്ളതാണ്. അപ്പോൾ പിന്നെ ലേവ്യരുടെ കാര്യമോ? അത് നാം വീണ്ടും വായിക്കുന്നു. ഇസ്രായേൽ മക്കൾ ദശാംശം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും ദശാംശം. ആ ദശാംശം ലേവ്യർക്കുള്ളതാണ്. ലേവ്യർക്കത് കൊടുക്കണം. അപ്പോൾ ഈ ലേവ്യർക്ക് ലഭിക്കുന്ന ഈ ദശാംശത്തിൽ നിന്നും ദശാംശം എടുത്ത് പുരോഹിതന് കൊടുക്കണം എന്നും നാം വായിക്കുന്നു. അപ്പോൾ ലേവ്യരും ദശാംശം കൊടുക്കണം. ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജീവസന്ധാരണത്തിനായി ദൈവമക്കൾ കൊടുക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്നും ദശാംശം കൊടുക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ പറയുന്ന ഒരു കാര്യം, ലേവ്യരുടെ ശമ്പളം എന്ന് പറയുന്നത് ദശാംശമാണ്. അതിൽ നിന്ന് നമ്മൾ ദശാംശം എടുത്ത് അഹരോൻ്റെ കുടുംബത്തിന് കൊടുക്കുമ്പോൾ ഒരു ശാപവും ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഈ ഭൂമി ശപിക്കപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന എല്ലാ വസ്തുക്കൾക്കും ആ ശാപമുണ്ട്. കൃഷി ചെയ്താൽ നമുക്കറിയാം പൂർണ്ണമായ വിളവ് നമുക്ക് ലഭിക്കാറില്ല. അതിൽ ശപിക്കപ്പെട്ട കേടുവന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ദൈവം പറയുന്നത്, നിങ്ങൾ ദശാംശം കൊണ്ട് എന്നെ ബഹുമാനിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുവകകളിൽ ശാപമുണ്ടാകുകയില്ല. അത് കഴിക്കുന്നത് കൊണ്ടോ അത് നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ നിങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല. അത് അനുഗ്രഹമായിരിക്കും. അപ്പോൾ ദൈവത്തിന് വേണ്ടത് കൊടുക്കുന്നത്, അല്ലെ ദൈവത്തിന് വേണ്ടതല്ല, ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. മറ്റൊരു കാര്യം, ദൈവത്തിനൊന്നും വേണ്ടിയിട്ടല്ല ദൈവം ദശാംശം കൊടുക്കുവാൻ നമ്മളോട് പറയുന്നത്. മറിച്ച് നമുക്ക് ദൈവത്തോട് നന്ദി കാണിക്കാനുള്ള ഒരു അവസരമാണ്. അത് നമ്മുടെ അനുഗ്രഹമാണ്. ദശാംശം കൊടുക്കുക, ശപഥാർപ്പിതമായ ചില കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കുക,
ഉദർച്ചാർപ്പണമായത് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാരമല്ല, മറിച്ച് ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാനുള്ള ഒരു അവസരമാണ്. ആ നിലയിൽ അതിനെ കാണാൻ നമുക്ക് കഴിയണം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.